എല്ലാ ഗാർഹിക തൊഴിലാളികളുടെയും ശമ്പളം ജനുവരി 1 മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ അംഗീകൃത ഡിജിറ്റൽ വാലറ്റുകൾ വഴിയോ വിതരണം നിർബന്ധമാക്കി. പദ്ധതിയുടെ അവസാനത്തെയും 4ാമത്തെയും ഘട്ടമാണ് മുഴുവൻ ഗാർഹിക തൊഴിലാളികളുടെയും ശമ്പളം ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത്. നേരത്തെ ഒരു തൊഴിലുടമയ്ക്ക് കീഴിലുള്ള ഗാർഹിക തൊഴിലാളിയുടെ എണ്ണത്തിനനുസരിച്ച് വിവിധ ഘട്ടങ്ങളിൽ നടപ്പാക്കിയിരുന്നു. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ പരിഷ്കാരമെന്ന് വിലയിരുത്തപ്പെടുന്നു. 2025 ജനുവരി മുതൽ നടപ്പിലാക്കി വന്ന 1ാം ഘട്ടത്തിൽ 4ൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള തൊഴിലുടമകൾക്കായിരുന്നു ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നത്. 2ാം ഘട്ടത്തിൽ 2025 ജൂലൈ മുതൽ 1 അതിലധികമോ ഗാർഹിക തൊഴിലാളികളുള്ള തൊഴിലുടമകൾക്കായിരുന്നു നിയമം നടപ്പിലാക്കിയിരുന്നത്. 3ാം ഘട്ടത്തിലാവട്ടെ 2025 ഒക്ടോബർ മുതൽ 2 അതിലധികമോ ഗാർഹിക തൊഴിലാളികൾക്കും ഈ നിയമം നടപ്പിലാക്കി. ഒടുവിൽ 4ാം ഘട്ടത്തിൽ 2025 ജനുവരി 1 സൗദിയിലെ മുഴുവൻ ഗാർഹിക തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയാണ് ശമ്പള വിതരണം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ അംഗീകൃത ഡിജിറ്റൽ വാലറ്റുകൾ വഴിയോ വിതരണം ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത്. ഇത്തരമൊരു സംവിധാനം വഴി ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.